ഏഷ്യ കപ്പ് മുതൽ T20 ബാറ്റിംഗിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട താളം. അതുകൂടിയാണ് സഞ്ജു സാംസണിന്റെ തിരിച്ചുവരവിലൂടെ ഇന്ത്യക്ക് ലഭിച്ചത്. അല്ലെങ്കിൽ ഒരു വശത്ത് അഭിഷേക് ശർമ്മ ആസ് യൂഷ്വൽ അടിച്ചു തകർക്കുമ്പോഴും മറ്റൊരു എൻഡിൽ ഗില്ലിൽ നിന്നുള്ള ഫലം എപ്പോഴും നിരാശയായിരുന്നു. ഏഷ്യ കപ്പിലും ഓസീസ് സീരീസിലും ഇപ്പോൾ ദക്ഷിണാഫ്രിക്കക്കെതിരായ സീരീസിലും അങ്ങനെ തന്നെ സംഭവിച്ചു. എന്നാൽ ഇന്ന് അഭിഷേകും സഞ്ജുവും ഒപ്പമുള്ള ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് 50 കടന്നത് വെറും 4.4 ഓവറിലാണ്. മാർക്കോ യാൻസനെതിരെ വന്ന സഞ്ജുവിന്റെ ആദ്യ 6 പവർ ഒട്ടും ഉപയോഗിക്കാതെ ടൈമിങ്ങിന്റെയും സാങ്കേതിക തികവിന്റെയും മികവിലായിരുന്നു ആ പന്ത് അതിർത്തി കടന്നത്. T20യിൽ 1000 റൺസ് പിന്നിട്ട് ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന മലയാളി താരത്തിന്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. ബർട്ട്മാന്റെ ഓവർ പിച്ച്ഡ് പന്തിൽ കളിക്കുന്ന മനോഹരമായൊരു സ്ട്രെയിറ്റ് ഡ്രൈവിലൂടെ തന്റെ ക്ലാസും സഞ്ജു അടിവരയിട്ടു. T20യിൽ നിലവിലെ എക്കാലത്തെയും പവർ ഹിറ്ററായ അഭിഷേക് ശർമ്മയേക്കാൾ മുകളിലായിരുന്നു സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് ഇന്ന്. സഞ്ജുവിന്റെ ഈ പവർ ഹിറ്റിംഗ് വരുന്ന സാഹചര്യം ഏതാണ് എന്നോർക്കണം. താരത്തിന്റെ കളി കാണാൻ നമുക്ക് തന്നെ സമ്മർദ്ദമായിരുന്നു. അപ്പോൾ അവിടെ ക്രീസിൽ നിൽക്കുന്നവനോ? വല്ലപ്പോഴും ഔദാര്യം പോലെ വെച്ച് നീട്ടുന്ന അവസരം. ന്യൂസിലാൻഡ് പരമ്പരക്കും ലോകകപ്പിനുമുള്ള ടീം നാളെ പ്രഖ്യാപിക്കാനിരിക്കെ ഒരു ചെറിയ പിഴവ് പോലും സഞ്ജുവിനെ പുറത്തിരുത്താൻ കാരണമാകുമെന്നിടത്താണ് വായടപ്പിച്ചുള്ള മറുപടി. 22 പന്തിൽ 168 സ്ട്രൈക്ക് റേറ്റിൽ 2 സിക്സറും 4 ഫോറുകളും അടക്കം 37 റൺസ് എടുത്ത സഞ്ജു ഒരൊറ്റ മത്സരത്തിലൂടെ ഗിൽ 3 മത്സരങ്ങളിൽ നിന്നും സൂര്യകുമാർ 4 മത്സരങ്ങളിൽ നിന്നും എടുത്ത ടോട്ടൽ റൺസ് മറികടന്നു. സഞ്ജുവിനും അഭിഷേകിനും ശേഷം ഹർദിക്കും തിലകും വെടിക്കെട്ട് തീർത്ത മത്സരത്തിൽ ക്യാപ്റ്റൻ സൂര്യ മാത്രമാണ് മങ്ങിയത് എന്നും ഓർക്കണം. കഴിഞ്ഞ 10 മത്സരങ്ങളിലോ അതിൽ കൂടുതലോ ആയി 20 റൺസ് പോലും ബാറ്റിംഗ് ശരാശരി ഇല്ലാത്ത ഈ സൂര്യയാണ് സഞ്ജുവിന് വേണ്ടത്ര അവസരം നൽകിയതാണ് എന്ന് കഴിഞ്ഞ ദിവസം പരിശീലകൻ ഗൗതം ഗംഭീറിനെ കൂട്ടുപിടിച്ച് തള്ളിയത്. ഏതായാലും തനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിന്റെ ഒരു ട്രെയിലർ മാത്രമാണ് സഞ്ജു ഇന്ന് കാണിച്ചു തന്നത്. റിയൽ വരാൻ പോകുന്നേ ഉള്ളൂ. T20 ലോകകപ്പിൽ ഈ വെടിക്കെട്ട് ഓപ്പണിംഗ് തന്നെ കത്തിക്കയറും.